ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ബ്ലോ 5 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ഒരു കൃഷീൻ്റെ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ രാമകൃഷ്ണേട്ടനും അതുപോലെ തന്നെ രവിയേട്ടനും കാൽദിക്കുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ രാമകൃഷ്ണേട്ടൻ വൺ ലൈഫ് ഓർഗാനിക്കിൻ്റെ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ്. മറ്റേത് കാലിദ് പിന്നെ എന്താണ് സ്ഥാനം വൈസ് പ്രസിഡന്റ്. പിന്നെ ഒന്ന് ഷക്കീറിൻ്റെ മോയ, ഒന്ന് കാലിദിൻ്റെ മോയ. ഇവരെല്ലാം അവിടെ ഉള്ളത്. നമുക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടിക്കുന്ന രാമകൃഷ്ണേട്ടൻ വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു. ഇത് നമ്മൾ പാട്ടവും കുന്നിൽ കൃഷി ചെയ്തതിന് ശേഷം പിന്നെ ഇതിന് ശേഷം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരുന്ന അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ നമ്മളുമായിട്ട് സമീപിക്കുകയും അപ്പോൾ ഇതുപോലെ നമുക്കും ഒരു തോട്ടം ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിവിടെ കൃഷി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ പിന്നെ ഫുള്ളായിട്ട് ട്രാക്ടർ വെച്ച് നിരത്തി റെഡിയാക്കിയതിന് ശേഷമാണ് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടുള്ള ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലുള്ള കൃഷി ഇവിടെ തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് 3 മാസമായിട്ട് ഉണ്ടാവും ഏകദേശം പിന്നെ കൃഷി തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഭാഗത്ത് വാഴ വെച്ച്, അപ്പോൾ അതിനുശേഷം മൾച്ചിങ് ഷീറ്റിൽ മഴയാണ്. അപ്പോൾ മഴയത്ത് നമുക്ക് വെറുതെ ഇടണ്ട, നമുക്ക് എന്ത് ചെയ്യാം, മഴയത്ത് എന്തെങ്കിലും നമുക്ക് ഇന്നുണ്ടാക്കാം എന്നുള്ള ഇതിലൊരു പരീക്ഷണാർത്ഥമാണ് നമ്മൾ പിന്നെ ഇവിടെ കക്കിരി നട്ടു, അതുപോലെ തന്നെ കീഴാര്, അതുപോലെ തന്നെ പയറ്, വെണ്ട, അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് പിന്നെ ചെണ്ടുമല്ലീൻ്റെ മഞ്ഞ, അത് കുറച്ച് ഒഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് നമ്മളെന്താന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പിന്നെ ഇതിൻ്റെ തണ്ണിമത്തൻ്റെ വിത്ത് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം മഴയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാമെന്നുള്ള ഇതിൽ തണ്ണിമത്തനും കൊടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് പിന്നെ മനസ്സ് വെച്ചാൽ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ഈ പറഞ്ഞിരിക്കുന്ന പാട്ടവും കുന്നും അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിചരണങ്ങളും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരും നമ്മൾ വരുന്ന ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യും. പിന്നെ രവിയേട്ടനും അതുപോലെ തന്നെ ഗാലിതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നോക്കുക. ഇവിടെ തന്നെ വിളവെടുപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ തന്നെയാണ് നമ്മൾ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ വരുവായ്യ. അപ്പോൾ ഗാലിദ് ഇതിൻ്റെ ഇവിടുത്തെ അടുത്ത് തന്നെയാണ് ഗാലിദിൻ്റെ വീട്. അപ്പോൾ നമ്മൾ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഗാലിദ് പിന്നെ നമ്മളെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഗാലിദിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ഒരു 10 പേര് കൂടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയുടെ പേരാണ് വൺ ലൈഫ് ഓർഗാനിക്കൽ. അങ്ങനെ പാട്ടം ഒന്ന് വിളിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഫസ്റ്റ് വെണ്ട, അതേപോലെ വഴുതനങ്ങ തുടങ്ങിയ ഒരുപാട് എല്ലാ ഐറ്റംസും ഉണ്ട്. കൃഷി ചെയ്ത് നമുക്ക് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ. പിന്നെ അതിനുശേഷം കുന്നോർത്തായ കുനിയിൽ തോട്ടോൽച്ചാൽ കുഞ്ഞമ്മദാജിൻ്റെ സ്ഥലത്ത് ഇവിടെ വാഴയും ഇടക്കൃഷിയായിട്ട് വെണ്ടയും അതേപോലെ പിന്നെ പയറ്, കക്കിരി, കുക്കമ്പർ എന്ന് പറഞ്ഞ ഐറ്റംസ്, പിന്നെ പത്തക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ച് വമ്പിച്ച മഴയും വെള്ളയിലുണ്ടായിരുന്നു. എന്നാലും പിന്നെ കക്കിരിക്കും വെണ്ടക്കൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പയറിന് കുറച്ച് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഒത്തൊരുമിച്ചിട്ട് ഒരു കൂട്ടായ്മയിൽ കൂടിയിട്ട് നമുക്ക് പലതും നേടാൻ പറ്റും എന്നുള്ളത് തെളിവാണിത്. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടി നമുക്ക് എല്ലാ നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് ഇനി അടുത്ത ഭാവിയിൽ ഞങ്ങൾ കൂൺ കൃഷിയായിട്ട് ആരംഭം കുറിക്കുന്നുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കോഴിക്കോട് ജില്ലയിൽ 2 ബ്ലോക്കാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് തൂണേരി ബ്ലോക്കിൽ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് അവർ ഇത് തന്നിട്ടുണ്ട്. എല്ലാതരം കൃഷിയും ഞങ്ങളിതിൽ എന്ത് ചെയ്യും, ചെയ്ത് നോക്കും. പിന്നെ ഞങ്ങളിതിൻ്റെ ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. സമൂഹത്തിന് ഉപകരിക്കുന്ന ഇന്ന് എല്ലാ സാധനത്തിലും പച്ചക്കറികളിൽ കൂടുതലായിട്ടും പല കീടനാശിനിയും അടിച്ചിട്ട് അതാണ് ലിവർ രോഗങ്ങളും കിഡ്നി പ്രശ്നങ്ങളും അതേപോലെ സ്റ്റോക്ക് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതൊരു പരിധിവരെ അത് വേണ്ടാന്ന് വെക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഈ
ഇത്തരം വിഷവാതകങ്ങളുള്ള സാധനം വേണ്ടാന്ന് വെക്കുന്ന ആളുകൾക്ക് പിന്നെ നല്ല സാധനങ്ങൾ കൊടുക്കുക. അതല്ല ഞങ്ങൾക്ക് ആ വില കുറവിൻ്റെ സാധനം കിട്ടിയാൽ മതിയെന്ന് ഇതാക്കുന്ന ആൾക്കാർക്ക് അതവർ കഴിച്ചോട്ടെ. നമ്മൾ പരിധിവരെ നമ്മൾ ശ്രമിക്കും ഇത്തരം നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാന്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അടുത്ത് എന്തെങ്കിലും ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾ ഇതിൽ വെക്കും. ഇപ്പം എല്ലാതരം വാഴയാണ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പല പ്രോത്സാഹനങ്ങളും പഞ്ചായത്തു നിന്നും മറ്റെല്ലാം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ചിങ്ങം 1 ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കേരളത്തിലെ സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്കൊരു അംഗീകാരത്തിന് അർഹതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൃഷി ഓഫീസർമാരും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തരിശ് ഭൂമിയിൽ ഞങ്ങൾ വിളവെടുത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കർഷകർ ചിലപ്പോൾ ഞങ്ങളുടെ കടമ്പയിലെ കർഷകരെല്ലാം അങ്ങ് തിരുവമ്പാടി ഭാഗത്തിലുണ്ടാകാം. വെള്ള സൗകര്യവും കാര്യങ്ങളില്ല ആൾക്കാർക്ക്. ഞങ്ങൾക്ക് പ്രതീക്ഷ തരിശ് ഭൂമിയെ പച്ചപ്പാക്കി മാറ്റിയതിൽ ഞങ്ങൾ തന്നെയാണ് മുന്നിലുണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അങ്ങനെയാണുള്ളത്. ഇതിനെപ്പറ്റി രവിയേട്ടൻ, നമ്മളെ കർഷകനാണ്, ജീവിതം മുഴുവൻ കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച രവിയേട്ടൻ ഇതിനെപ്പറ്റി ബാക്കി കാര്യം സംസാരിക്കുന്നതാണ്. ഈ കൃഷി രീതി എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് ചോദിക്കഴിഞ്ഞാൽ, രാമകൃഷ്ണൻ്റെ യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെ ഷാജി കുട്ടിയൂർ എന്ന് പറഞ്ഞൊരാൾ ഇങ്ങനെ ഒരു കൃഷി രീതി ചെയ്യുന്നത് അത് ഭയങ്കര ഫലപ്രദമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി രീതി പരീക്ഷിക്കാൻ കാരണം. ഞാനും ഉസ്മാനിക്കും രാമകൃഷ്ണേട്ടനും കൊട്ടിയൂർ പോയി ഷാജിയേട്ടനെ കാണുകയും ഓരോ കൃഷി രീതി മനസ്സിലാക്കുകയും പിന്നെ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം അയാൾ വന്നിട്ട് നമുക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഷാജിയേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. ഷാജിയേട്ടൻ ഈ കൃഷിയെപ്പറ്റി പറയുന്ന പ്രിസിഷൻ ഫാമിംഗ് എന്നാണ്. എന്തെന്നാണ് ഷാജിയേട്ട പ്രിസിഷൻ ഫാമിംഗ് എന്ന് ചോദിച്ചപ്പോൾ ഷാജിയേട്ടൻ പറഞ്ഞ കൃത്യതാണ്. പക്ഷെ ഞങ്ങൾ കൃത്യതേൻ്റെ ഞങ്ങൾക്ക് പാലിക്കാനായിക്കില്ല. പക്ഷേ കൃത്യതയെങ്കിലും പാലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിജയം എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തായിരുന്നു. ഇപ്പം തന്നെ നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് മൾച്ചിങ് ഷീറ്റിൽ വാഴ കൃഷി ചെയ്ത് നോക്കുമ്പോൾ മണ്ണിൽ വെച്ചതിനെക്കാട്ട് എത്രയോ കൂടുതൽ വളർച്ച നമുക്ക് കാണാനുണ്ട്. ചെണ്ടുമല്ലി ജൂൺ 20 കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് മണ്ണിലായി ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ മൾച്ചിങ് ഷീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന് ഒരു 10-15 ദിവസത്തെ വളർച്ച കൂടുതലാണ്. ഇപ്പോൾ ശരിക്ക് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കൃഷി രീതി കേരളത്തിൽ ഏറ്റവും ഫലപ്രദമാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ വീടുകളിൽ ചെറിയ 5-10 സെൻറ്റ് സ്ഥലങ്ങളിൽ ഈ പച്ചക്കറി കൃഷി ചെയ്തു കൊടുക്കുക. ചെക്കിയാട് പഞ്ചായത്തിന് പിന്നെ പച്ചക്കറീൻ്റെ സ്വയം പര്യാപ്തത നേടിക്കൊടുക്കുക. വിഷരഹിത പച്ചക്കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് തൊടുവേൽ മയങ്ങുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് SPCൻ്റെ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചൊക്കെ ചെക്കിയാട് പഞ്ചായത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാക്കണം എന്നുള്ളത്. ആ ആവേശത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ജൈവ കൃഷിയിലേക്ക് വരുന്നതും ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കർഷക കൂട്ടായിട്ട് ഞങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഞങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കും ഇത് ചെയ്യണം, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇന്നലെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇന്നലെ കണ്ട സൈറ്റിൽ ദിവസവും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെയാണ് നമുക്കിതിനെപ്പറ്റി കാര്യമായിട്ട് പറയാനുള്ളത്. കാണുന്നുണ്ട് മണ്ണെത്തിക്കാട്ട് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടില്ല, നമ്മൾ മഴയത്താരെങ്കിലും ഈ വട്ടൊക്കെ ഉണ്ടാക്കും. വട്ടൊക്കെ നമുക്ക് മഴയത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം വെച്ചൊക്കെ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മൾച്ചിങ് ഷീറ്റ് ആകുമ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, മലബാറിൽ പൊതുവേ പറഞ്ഞു വെച്ചാൽ pH മണ്ണിൽ കുറഞ്ഞു. അപ്പോൾ ഈ pH കുറയുന്നത് എന്തുകൊണ്ടാണ്? മഴ പെയ്യുന്നുണ്ടാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ആ മഴേൻ്റെ pH നഷ്ടപ്പെടുന്ന ഒഴിവാക്കാൻ വേണ്ടി തിരിച്ചുവരുന്ന മൾച്ചിങ് ഷീറ്റ് 100% എന്നാൽ നമ്മൾ ഇതിൽ pH കൊടുത്തു കഴിഞ്ഞാൽ ആ pH മറ്റെന്താന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ 2 മാസം നമുക്ക് കിട്ടില്ല. അപ്പോൾ വേഗം ഇതാമെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും pH ലെവലായിട്ട് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുമ്പോൾ അതിൽ pH കൊടുത്തിട്ടില്ല. ആ കൊടുത്ത ആ pH കറക്റ്റ് പോകും. ഇത് ഒരു മാതൃകയായിട്ട് നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെന്റ് എടുക്കണം, പ്രോത്സാഹിപ്പിക്കണം. നമ്മളിവിടെ pH കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കും കൃഷി pH ഒരു 7ൻ്റെ മേലെ നിലനിർത്തിയാണ്.
ഇവിടുത്തെ കർഷകർക്ക് ഇതിനടുത്ത് നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുമ്മായാണ് പിന്നെ കൃഷി വകുപ്പ് പറയുക. അതെന്ത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ പരമ്പരാഗതമായിട്ട് കുമ്മായ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വില കുറച്ചിട്ട് കർഷകർക്ക് കിട്ടും എന്താണ് കുമ്മായ. പക്ഷേ ഇതിന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്താൽ മതി, ഈ കുമ്മായത്തേക്കാൾ കുറച്ചുകൂടി വില കൂടുതലായിരിക്കും പച്ചക്കറി. പക്ഷേ ഈ പച്ചക്കൊക്കെ ഉപയോഗിക്കുക, അതിന് സബ്സിഡി കൊടുക്കുക എന്നുള്ള സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി ഇത് ക്ലിയറായില്ലേ. അപ്പോൾ അതാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പി എച്ച് ലെവലായി കിട്ടിയാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കൃഷി നോക്കും. കർഷകർ ഇപ്പം പേടിക്കേണ്ട 3 കാര്യം. ഒന്ന് കാട്ടുപന്നീനെ, ഒന്ന് മുള്ളനെ, ഒന്ന് ആനേനെ, ഒന്ന് ഈനെ. ഏറ്റവും കൂടുതൽ മറ്റേ സംഭവം നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണുന്നില്ല. അപ്പോൾ കൃഷിയിലാരും ഇറങ്ങാത്ത എന്താണെന്ന് പറഞ്ഞാൽ കൃഷി നഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ മാതൃക കാണിച്ചു എന്താണെന്ന് പറഞ്ഞാൽ ജൈവ രീതിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി വിജയിപ്പിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഹൈടെക് ആയിട്ട് ചിന്തിക്കണം. നമ്മൾ പഴയ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ കളിച്ച് നടക്കില്ല. അതെ അല്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് കാത്ത് രാസത്തിനെ മാത്രമേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. നമ്മളെ KV ദയാൾ സാറ് പറഞ്ഞത് ജൈവ കൃഷിയല്ലാണ് പുതുയുഗ കൃഷിയാണിത്. ശരിക്കും അത് എന്തുകൊണ്ടാണ് ഇവരത് ഉൾക്കൊള്ളാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല എന്തായാലും പക്ഷേ ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെ അതിനുള്ള സംവിധാനം ഇവർ ചെയ്തെങ്കിൽ ഹോസ്പിറ്റലിൽ ആൾ കുറക്കാൻ പറ്റും. OP ടിക്കറ്റ് കിഡ്നി രോഗികൾ കുറയൂ, പിന്നെ അതേപോലെ തന്നെ കരൾ രോഗികൾ കുറയൂ. ഇതൊക്കെ കുറക്കാൻ പറ്റൂ, ജൈവമുണ്ട്. പക്ഷെ ആൾക്കാർ നോക്കുന്ന താൽക്കാലിക പൈസ. മറ്റേതിന് കിലോന് 50 റുപ്യ ബണ്ടക്ക് 60 റുപ്യൊക്കെ ഉണ്ടാകുമ്പോൾ 35 ബണ്ട് 40 റുപ്യൻ്റെ ബണ്ട് ആൾക്കാർ കഴിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെച്ചാൽ വിപണനമാണ്. നമ്മളിപ്പോൾ ജൈവ രീതിയിൽ കൃഷി ഉണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യ മേഖല ബോധവൽക്കരണം നടത്തണം. മാത്രമല്ല കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇനി സബ്സിഡി കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ കൃഷി ഡിപ്പാർട്ട്മെന്റും പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വിഭാഗവും പിന്നെ എന്തിനെയോ നിഷേധിക്കുന്ന ഒരു കൂട്ടറുണ്ട്. അത് നമ്മൾ പച്ചക്കറി മാത്രം തിന്നൂട്ടിട്ടെന്താടോ എല്ലാം വെച്ചല്ലേ, നമ്മൾ ചോദിക്കുന്ന ഭാവി വരെ വെച്ചല്ലേ. നമ്മൾ പറയാൻ ഇത്രയേ ഉള്ളൂ എന്നറിയാം. നമ്മൾ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും വിഷം കഴിക്കുന്നു. പക്ഷെ അതിൽ ഒരു നേരമെങ്കിലും നമ്മൾ പിന്നെ ശരീരത്തെ കുറച്ച് വിഷം കുറയൂലേ. അതല്ലേ അതാണ് നമ്മൾ വിഷം കഴിക്കുന്നതൊക്കെ തീർത്തും വിഷമായിക്കോട്ടെ. ഈ പ്രവണത പുതിയ തലമുറ വിഷം കഴിച്ചോട്ടെ, മറ്റേ മര്യാദക്കുള്ള ജൈവം കഴിച്ചിട്ട് ജീവിച്ചോട്ടെ. പിന്നെ സത്യത്തില് UAE ഗവൺമെന്റ് അടുത്ത ഭരണാധികാരി കളിക്കണം. ഇവിടെ കള്ളും വെച്ചിട്ടുണ്ട്, പെണ്ണും വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ പള്ളിയുണ്ട്. പള്ളി പോകുന്ന പള്ളി പോട്. സത്യത്തില് രാസവളം അല്ല, ഞാൻ പറയുന്ന രാസവളം ഉപയോഗിക്കുന്നതിനൊക്കെയല്ല, അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ ഇത് കീടനാശിനികൾ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വെണ്ട ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ, അത് കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരതിൽ കൊടുക്കുന്ന കെമിക്കലുകളാണ് ഏറ്റവും ഡേഞ്ചർ. നമ്മുടെ ശരീരത്തിൽ അടിച്ചാല് പിറ്റേന്നല്ല നായി വന്ന് കടിച്ചാൽ അതൊന്നുമില്ല, ചത്തൊന്നുമില്ല. പിന്നെ ഞാനെല്ലാം ആദ്യത്തെ അടപ്പുഴ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളെ രാസവളപ്പീടി എന്നൊരു കീടനാശിനി വാങ്ങിക്കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു 10 മില്ലി പിന്നെ 30 ലിറ്റർ വെള്ളത്തിൽ 30 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചാൽ 30 മില്ലി എത്രയുണ്ടാവുന്നത്. അത് ഇതിൻ്റെ ബോട്ടിലിൻ്റെ മൂട് 10 മില്ലിയാണ്. അതൊരു 3 എടുത്താൽ മതി. പിന്നീട് എൻ്റെ താമസിക്കാസനം കിട്ടിയിട്ട് ഞാൻ ഇത് അളന്ന് നോക്കുമ്പോൾ ഈ മൂടന്നെ 30 മില്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ 30 മില്ലി ഉപയോഗിക്കേണ്ടടുത്ത് 90 മില്ലി ആരും ഉപയോഗിപ്പിച്ച് അത് ബിസിനസ് ട്രിക്കാണ്. ഇതൊന്നും ആർക്ക് സാധാരണക്കാരൻ. എൻ്റെ ഒരു ലോകക്കാരൻ പറഞ്ഞ വെച്ചാൽ ഇവൻ കീടനാശിനി അടിച്ചിട്ട് അവൻ്റെ നായകൾ ഒന്ന് അങ്ങനത്തെ അതിൽ ഒന്നും കടിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലോട്ട് കായ പോകണേ, പിന്നെ കായ മേലെടുത്ത് കൊണ്ട് കീടനാശിനിയായിട്ട്. പക്ഷേ വേറൊന്നും ഒരു ജൈവ ഗ്രാമാക്കി വേറൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാലിതെ. ഈ 10 കൊല്ലം കൊണ്ട് ഈ നിലവിലുള്ള കർഷക തൊഴിലാളികളും കർഷകരും മരിച്ചിട്ടുണ്ട്. ജൈവ കൃഷി ചെയ്യുക എന്ന കാരണം തന്നെ നമ്മൾ പറമ്പത്ത് ഉസ്മാനിക്ക എന്ന് പറഞ്ഞ അയാളുടെ പ്രോത്സാഹനം തന്നെയാണ്. അയാൾ ഒരു 1.25 ഏക്കർ സ്ഥലം മതിൽ കെട്ടി കറണ്ട് സൗകര്യങ്ങൾ കുഴൽക്കിണറുകളും ചെയ്ത് തന്നുകൊണ്ടാണ് നമുക്ക് ഈ നിലയിലേക്ക് നമ്മൾ ഉയരാൻ കാരണം. ഇത് കണ്ടിട്ടാണ് കുഞ്ഞമ്മദ് ആജി എന്ന് പറഞ്ഞ ആൾ
മുന്നോറത്ത് ഒരു 75 സെൻറ്റ് ഞാൻ തെങ്ങെല്ലാം മുറിച്ച് മാറ്റി മണ്ണിട്ട് നിരത്തി കമ്പി വേലി വലിച്ച് കറണ്ട് റെഡിയാക്കി വെള്ളം റെഡിയാക്കി തന്നു. അതുപോലത്തെ ഒരുപാട് കർഷകർ ഇവിടെ ഉണ്ട്. ഇത് ചെയ്യാനും ചെയ്യിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഈ ചെക്കാട് പഞ്ചായത്തിലാളും അല്ലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃഷി എന്ത് ചെയ്യുന്നത് ശരിയായ വിധത്തിൽ നടക്കാത്തത്. ഇങ്ങനെ ഇവനെപ്പോലത്തെ ആൾക്കാർ നമുക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ കേരളം നമുക്ക് പൂർണ്ണമായിട്ടും വിഷരഹിതമായ ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് രണ്ടാക്കും നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഈ 2 വ്യക്തികൾക്ക്. ഓർഗാനിക് എന്ന കർഷക കൂട്ടാണ് ഇത് ചെയ്തത്. പിന്നെ തൂണേൽ ബ്ലോക്കിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഈ കൃഷിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ രാമകൃഷ്ണനോട് സംസാരിക്കും. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെണ്ടുമല്ലി നമ്മൾ കഴിഞ്ഞ ജൂൺ 18-ാം തീയതി ആണ് നമ്മൾ മൾച്ചിങ് ഷീറ്റിൽ നടുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ മൾച്ചിങ് ഷീറ്റ് ഇല്ലാതെ നമ്മൾ നട്ട കുറച്ച് ഒരു റോ ഉണ്ട് അവിടെ. അപ്പോൾ മൾച്ചിങ് ഷീറ്റിൽ നട്ട് കഴിഞ്ഞാൽ അതിന് വ്യത്യാസം ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചെണ്ടുമല്ലിയുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു നട്ട് ഒരു 4 സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ തലപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ എന്ന് വെച്ചാൽ അത് വീണ്ടും നട്ട് കഴിഞ്ഞാൽ അതും ആ തലപ്പും പൊടിക്കും. അപ്പോൾ 4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ നമുക്ക് എന്നാണോ ഇപ്പോൾ ഈ പ്രാവശ്യം ഓണം വരുന്നത് സെപ്റ്റംബർ 15-നാണ്. അപ്പോൾ ഒരു 5-ന് ശേഷം പൂ കിട്ടേണ്ട തരത്തിൽ നമ്മൾ വിചാരിച്ചാൽ ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്ക് നമുക്ക് മുട്ട് വിരിയണം. ആ തരത്തിലേക്കാണ് വേണ്ടത്. ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ അടിവളം കൊടുത്ത കൂടാണ്ട് നമ്മൾ ഡ്രിപ്പിലൂടെ 3 പ്രാവശ്യമായിട്ട് ലിക്വിഡ് വളങ്ങളാണ്, ഇസ്രായേൽ വളങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വളം നല്ല എഫക്റ്റാണെന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എന്നുവെച്ചാൽ നമ്മുടെ ഇത് നടുന്ന അതേ സമയത്ത് നമ്മുടെ 2 സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ ചെയ്ത സുഹൃത്തുക്കൾ നട്ട സ്ഥലത്ത് ഇതുവരെയായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ പൂവ് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ വളത്തിൻ്റെ വ്യത്യാസമായിരുന്നു മനസ്സിലാക്കുക. വളം നല്ല ഗ്രോത്തുള്ള വളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വൺ ലൈഫ് ഓർഗാനിക് എന്നുള്ള ഒരു 10 പേരുള്ള ഒരു കാർഷിക കൂട്ടായ്മയാണ്. നമ്മൾ ജൈവ മനസ്സുള്ളവരാണ്. അപ്പോൾ ജൈവ രീതിയിൽ ഈ പഞ്ചായത്തിൽ എത്രമാത്രം നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ കൃഷി ചെയ്യാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ ചെണ്ടുമല്ലി ഏകദേശം ഒരു സെപ്റ്റംബർ 5 ആകുമ്പോഴേക്ക് പിന്നെ വിളവെടുക്കുന്ന തരത്തിലാണ് ഇപ്പം ഉള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 10 ദിവസം മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ പൂ വിരിഞ്ഞ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വമ്പം വലിപ്പം. അതെ വെമ്പ വലിപ്പമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വളത്തിൻ്റെ എഫക്റ്റ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇസ്രായേൽ വളത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ പൊതുവേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കൃഷിയും നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ യുവാക്കൾക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു വേദിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാർഷികത്തോട്ടം. ഞങ്ങളുടെ അഭിപ്രായം യുവതലമുറയും കൂടി ഇതിലേക്ക് വരണം. കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയിപ്പിക്കുക ഒരു പ്രയാസവും. അതുപോലെ തന്നെ രാമകൃഷ്ണൻ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ന് അവിടെ കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ന് വെച്ചാൽ ഓരോ റോയിലും വ്യത്യസ്ത പച്ചക്കറികളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 കഷ്ണമായിട്ട് 3-4 പിന്നെ ഐറ്റംസ് പച്ചക്കറികൾ, 2-3 റോയിൽ ഒരേ ഐറ്റംസ് പച്ചക്കറി ആയിട്ട് 2-3 പിന്നെ പച്ചക്കറികൾ നമ്മളിവിടെ കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ചെണ്ടുമല്ലി നട്ട പാടത്തിൽ പച്ചക്കറി നടുമ്പോൾ കുറേ കീടങ്ങൾക്കും മറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വെണ്ട, പച്ചമുളക്, അങ്ങനെ ഏതെങ്കിലും ഒരു 3 ഐറ്റംസ്. 4 ഐറ്റംസ്. എന്നാൽ ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടണം. നമുക്ക് പന്തൽ ഐറ്റംസിൽ ഒരു 3-4 പിന്നെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന പന്തൽ ഐറ്റംസ് പോകണം. ഇപ്പം കക്കിരിയല്ല. ആ കക്കിരി കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ അവിടെ കയപ്പ, അതുപോലെ പൊട്ടിക്ക, പടവലം, അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു പിന്നെ പന്തൽ ഐറ്റംസ് അവിടെ കിട്ടും. അത് നമ്മൾ സ്ഥിരം പന്തലാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മളിതൊരു തുടക്കമാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വാഭാവികമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലൂടെ ഓരോ കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ
ഈ രൂപത്തിൽ ആർക്കെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വീടുകളിൽ ചെറിയ സ്ഥലത്ത് അത്യാവശ്യം കൃഷികൾ ചെയ്യണമെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മളോട് ഇതുവരെ സംസാരിച്ചിരുന്ന നമ്മുടെ രവിയേട്ടനും അതുപോലെ തന്നെ രാമകൃഷ്ണേട്ടനും കാൽദിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നവർക്കും ബൈ ബൈ.